ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തെ ആസ്പദമാക്കി ഒരു കുഞ്ഞ് ചിന്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഒട്ടനവധി വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലരും പറയുന്നൊരു വിഷയമുണ്ട്, എൻ്റെ കൺമുമ്പിൽ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും സാധ്യതകളുള്ളതാണ്, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും നടക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ എന്നാൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും പത്താൻ ആരാമിലേക്ക് യാത്ര പുറപ്പെട്ടു പോവുകയാണ്. അന്ന് സന്ധ്യ ആയപ്പോൾ യാക്കോബ് കിടന്നുറങ്ങാൻ വേണ്ടി അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങുന്നൊരു കാഴ്ച ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് നമുക്ക് വായിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പ്രിയരെ, ഞാൻ നിങ്ങളുടെ ചിന്തയെ ദൈവിക സാന്നിധ്യത്തിലേക്ക്, ദൈവിക ശബ്ദത്തിനകത്തേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ തിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ വായിച്ച ദൈവവചനത്തിനകത്ത് നിന്ന് ഒരു ശക്തമായ ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ദൂത് ഇങ്ങനെയാണ്: നമ്മുടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണാൻ കഴിയാത്തത് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ കാണുവാൻ കഴിയും. നോക്കണേ, ഒത്തിരി ദൈവശബ്ദം അതിനകത്തുനിന്ന് പറയാനുണ്ട്. ഒന്നുകൂടെ ഞാനതിങ്ങനെ ആവർത്തിക്കാം. നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത് നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യാക്കോബ് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് താൻ കിടന്നുറങ്ങുകയാണ്. ഈ സാഹചര്യത്തിനകത്ത് താൻ ചിലത് കാണുകയാണ്. ഒന്ന്, യാക്കോബിൻ്റെ ഭൗമികമായ കണ്ണ് താൻ അടച്ചപ്പോൾ ചിലത്, കണ്ണ് പുറമെ അടഞ്ഞപ്പോൾ ചിലത് തൻ്റെ മുമ്പിൽ തുറന്നു വരുവാൻ തക്കോണം ഇടയായി തുറന്നു. ഇത് ശരിയല്ലേ? നമ്മുടെ കണ്ണ് തുറന്ന് നാം പലപ്പോഴും നോക്കുമ്പോൾ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഭൗമികമായ സാധ്യതകളുടെ മുമ്പാകെ, ഭൗമികമായ അവസരങ്ങളുടെ മുമ്പാകെ ഇല്ലായ്മകൾ വരുമ്പോൾ, അടഞ്ഞു കിടക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഭൂമിയിൽ തുറക്കാത്ത വഴികൾ സ്വർഗത്തിൽ ദൈവം തുറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ യാക്കോബിന് ഒരു വഴിയും കാണുന്നില്ല. യാക്കോബ് അന്ന് രാത്രി താൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ ഭൗമികമായ കണ്ണുകൾ അവിടെ അടയുകയാണ്. ഭൗമികമായ കണ്ണുകൾ അടയുമ്പോൾ അന്ന് രാത്രി താനൊരു സ്വപ്നം ഇങ്ങനെ കാണുകയാണ്: ആകാശത്തിൽ ഒരു വഴി തുറന്നിരിക്കുന്നതും ഒരു വാതിൽ തുറന്നിരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭൂമിയിൽ ഒട്ടനവധി വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞിരിക്കാം. നിങ്ങൾ കണ്ണ് തുറന്നു നോക്കിയിട്ടും കാണാത്ത രീതിയിൽ എത്ര അന്വേഷിച്ചിട്ടും, എത്ര കണ്ണ് തുറന്നു നോക്കിയിട്ടും ഒരു വഴിയും നിങ്ങൾക്ക് മുമ്പിലില്ലെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് ദൈവത്തോട് അപ്പാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ തുറക്കാത്ത വഴികൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധി തുറന്നു വരുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നു മുതൽ ദൈവസന്നിധി കണ്ണുകൾ അടയ്ക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എങ്ങനെയാണ് നാം കണ്ണടയ്ക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണടക്കണം. പല വിഷയങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് കരുതി കണ്ണടയ്ക്കണം. കാരണം ഭൂമിയിൽ അനേകം വഴികൾ നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ ആരും അറിയാത്തൊരു വഴി, ആരാണോ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കുന്നത് ആ ദൈവപൈതലിന് വേണ്ടി സ്വർഗം തുറക്കുവാനിടയാകുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, അസാധാരണമായ വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ തുറക്കുവാൻ സ്വർഗം നിങ്ങൾക്ക് മുമ്പിൽ തയ്യാറായിരിക്കുമ്പോൾ ഒരേ ഒരു വഴിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളുടെ ഭൗമികമായ കണ്ണുകളെ അടയ്ക്കുക. സ്വർഗീയമായ കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങളുടെ പുറമേ ഉള്ള കണ്ണുകളെ അടയ്ക്കുക. ഇന്ന് രാത്രി അതിന് തയ്യാറാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഭൂമിയിൽ എല്ലാ വഴികളും അടഞ്ഞു കിടന്നാലും, ഭൂമിയിൽ ഏത് വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു കിടന്നാലും, ഭൂമിയിൽ ആര് നിങ്ങൾക്ക് വിരോധമായി വാതിൽ അടച്ചു പിടിച്ചാലും, ഭൂമിയിൽ ഏതെല്ലാം സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു കിടന്നാലും നിങ്ങളുടെ പുറമേ ഉള്ള കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചു കഴിയുമ്പോൾ അകമേ ഒരു വാതിൽ സ്വർഗം തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്തത് ദൈവത്തിന് മാത്രം തുറക്കാൻ കഴിയുന്നത്, ദൈവത്തിന് മാത്രം അടയ്ക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു വാതിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അങ്ങനെ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഭൂമിയിൽ ഒരു വാതിലും അടഞ്ഞിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മുതൽ ഒരു തീരുമാനമെടുക്കാമോ? ഭൂമിയിൽ ഒരു വാതിലും എൻ്റെ കൺമുമ്പിൽ തുറന്നു വരുന്നില്ലെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ കണ്ണുകൾ അടച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കാണാത്ത പുതിയ വഴികൾ എൻ്റെ കൺമുമ്പിൽ തുറന്നു വരും.
ഭൂമിയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഒരു വഴിയും ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ ഭൗമികമായ കണ്ണുകൾ ഞാൻ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ആരും കാണാത്തൊരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. തിരുവചനം ഇങ്ങനെ പറയുന്നുവല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതേ, ഭൂമിയിൽ വഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കേണ്ട. നിങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് അടയ്ക്കൂ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വലിയ വഴികൾ തുറക്കും.